നമ്മൾ ഇബ്രാഹിമുകളാകുമോ? നമ്മുടെ ഭാര്യമാരെ ഹാജറമാരാക്കുമോ? നമ്മുടെ പൊന്നുമക്കൾ ഇസ്മായിലുകളാകും, സംശയമില്ല. നമ്മൾ ഇബ്രാഹിമുകളല്ല, ഇപ്പൊ നമ്മളൊക്കെ നമ്രൂദുകളാ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാര്യമാരെ ഹാജറമാരാകുന്നില്ല, നമ്മുടെ പൊന്നുമക്കൾ ഇസ്മായിലുകളാകുന്നില്ല. നമ്മൾ ഇബ്രാഹിം ആയാലേ നമ്മുടെ ഭാര്യ ഹാജറയാകോ, നമ്മുടെ ഭാര്യ ഹാജറയായാലേ പൊന്നുമക്കൾ ഇസ്മായിലാകോ. ഒരു കുടുംബമാണ്, ഒരു വാപ്പ, ഒരു ഉമ്മ, ഒരു കുഞ്ഞ്, ഒരു അണുകുടുംബം, ഒരു ചെറുകുടുംബം, ഒരു ചെറിയ കുടുംബം, ഒരു ചെറിയ ഫാമിലി. ആ ഫാമിലിയെ ഓർക്കാത്ത കൊല്ലങ്ങളുണ്ടോ? ഹാജറാ ബീവി തന്റെ പൊന്നുമോന് വേണ്ടി, പാവപ്പെട്ട പൊന്നുമോന് വേണ്ടി വെള്ളമെടുക്കാൻ പോയ പ്രദേശത്ത് ആ വിഷമം കൊണ്ട്, പേടി കൊണ്ട്, ഭയം കൊണ്ട് ഓടിപ്പോയ സ്ഥലം പോലെ ലോകാവസാനം വരെ വരുന്ന വിശ്വാസിനികൾക്ക് ഇബാദത്താക്കിയില്ലേ സഹോദരങ്ങളെ? സഫാ മർവയുടെ ഇടയിലെ ഓട്ടം പോലും ഇബാദത്തായി. അവർ എന്തെല്ലാം ചെയ്തോ അതെല്ലാം നമുക്ക് ഇബാദത്തായി മാറി. അങ്ങനെ അൽഹാ ദിവസം എത്തുമ്പോ സഹോദരങ്ങളെ, നമ്മൾ മാടുകളെ അറുക്കുകയാ. ഇനി ഏവൻ അറുക്കേണ്ടത് പറഞ്ഞാലും നമ്മൾ അറുക്കാതിരിക്കോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞതെന്താണ്? ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. നിങ്ങൾ നമസ്കരിക്കണേ, ബലിയറുക്കണേ. ഇത് ഖുർആനാണടാ. ഒരു ചെറിയ അധ്യായമാണ് സൂറത്തുൽ കൗസർ, ഏറ്റവും ചെറിയ അധ്യായമാണ് സൂറത്തുൽ കൗസർ. 3 ആയത്തുകളെ അതിനുള്ളൂ, ഒരൊറ്റ വരിയെ ആ സൂറത്തിനുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയതാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ. നിങ്ങൾക്ക് ധാരാളം നിഅമത്തുകൾ തന്നല്ലോ, സമ്പാദ്യങ്ങൾ തന്നല്ലോ, സൗകര്യങ്ങൾ തന്നല്ലോ, സംവിധാനങ്ങൾ തന്നല്ലോ. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക്, അല്ലാഹുവിന് വേണ്ടി പെരുന്നാൾ നമസ്കരിക്ക്. വൻഹർ, എന്നിട്ട് നിങ്ങൾ ബലിയറുത്തു കൊടുക്ക്. സഹോദരങ്ങളെ, നിങ്ങൾ ആര് തെറി വിളിച്ചാൽ, നിങ്ങളെ ആര് ആക്ഷേപിച്ചാൽ, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, ഈ പറയുന്നവരൊക്കെയാ വിവരദോഷികൾ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. അങ്ങനെ ബലിയെറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനമെടുത്തു. സന്തോഷത്തോടെ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ബലിയെറുക്കുകയാണ്. നമ്മൾ സ്നേഹിച്ച നമ്മളെ മാടുണ്ടല്ലോ, വാങ്ങി വീട്ടിൽ നിർത്തിയിട്ട് നമ്മളാ തീറ്റ കൊടുത്തത്, നമ്മളാ കുളിപ്പിച്ചത്, നമ്മളാണ് അതിന് വെള്ളം കൊടുത്തത്. രാത്രി നമ്മളെ കണ്ടില്ലെങ്കിൽ അത് കരച്ചിലാണ്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ അതിന് സന്തോഷമാണ്. അങ്ങനെ നമ്മളും അതുമായി നല്ല ഒരു അഭേദ്യമായ ബന്ധം വന്നു. അങ്ങനെ ദിവസങ്ങളോളം, ആഴ്ചകളോളം വീട്ടിൽ വാങ്ങി നിർത്തിയിരുന്ന ഒരു ആട് അല്ലെങ്കിൽ ഒരു മാട്, അതിനുമാകട്ടെ നമ്മൾ ആ മാനസികമായ ഒരു അടുപ്പമുണ്ടായി. അതിന് വെള്ളം കൊടുക്കുമ്പോ, അതിനെ ഒന്ന് കുളിപ്പിക്കുമ്പോ, അതിനെ ഒന്ന് തലോടുമ്പോ, അതിന് നമ്മളൊന്ന് പുകയിട്ട് കൊടുക്കുമ്പോ സഹോദരങ്ങളെ, അത് നമ്മോട് വല്ലാതെ അടുക്കുകയാ. അങ്ങനെ അടുത്തടുത്തടുത്ത് ദുൽഹിജ്ജ മാസത്തിന്റെ 10-ാം ദിവസത്തിലെ പെരുന്നാളിന്റെ അന്ന് സഹോദരങ്ങളെ, പുതുവസ്ത്രം അണിഞ്ഞിട്ട് നല്ല അപ്പരം പൂശിയിട്ട് പള്ളിയിൽ ചെന്ന് 2 റക്അത്ത് നമസ്കരിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് നേരെ വരികയാ. ഒരു പിടിച്ച കത്തിയുമായിട്ട് വന്ന് ഇന്നലെ വരത്താ പ്രണയിച്ച തന്റെ മൃഗമുണ്ടല്ലോ, തന്റെ ആടുണ്ടല്ലോ, തന്റെ മാടുണ്ടല്ലോ, ഇതാ ചരിച്ചു കിടത്തുകയാണ്. എന്നിട്ട് പറയുന്നതെന്തേ? എന്റെ സ്നേഹം മൃഗത്തോടല്ല, എന്റെ സ്നേഹം ഈ മൃഗത്തോടല്ല, എന്റെ മക്കളോടല്ല, എന്റെ സംവിധാനങ്ങളോടല്ല, എനിക്ക് വലുത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, അതും ഖുർആനാ പറഞ്ഞത്. എന്താണ് ഖുർആൻ പറഞ്ഞതെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആൻ സൂറത്തിലെ ഹജ്ജിലാണത് പറഞ്ഞത്. എന്തേ അല്ലാഹു ബലി പെരുന്നാളിനെ പറ്റി പറഞ്ഞത്? ബഖറയിലെ ചെറിയ പെരുന്നാളിന്റെ തക്ബീറിനെ പറ്റി പറഞ്ഞെങ്കിൽ ഇതാ വലിയ പെരുന്നാളിന്റെ തക്ബീറിനെ പറ്റി അല്ലാഹു ഹജ്ജ് എന്ന അധ്യായത്തിൽ പറയുകയാണ്. എന്താണ് പടച്ചവന് പറഞ്ഞതെന്നറിയോ? അറബികൾക്കൊരു ശൈലി ഉണ്ടായിരുന്നു. അവർ ഒട്ടകത്തിനെ അറുത്തിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ? അതിന്റെ രക്തം കഅബാലയത്തിൽ തേച്ച് പിടിപ്പിക്കുമായിരുന്നു, അതിന്റെ മാംസ കഅബാലയത്തിൽ തൂക്കിയിടുമായിരുന്നു. എന്നാലേ പടച്ചവനെ സ്വീകരിച്ചോളൂ എന്നൊരു അബദ്ധ വിശ്വാസം അവരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹു അവരോട് പറഞ്ഞു, ഇല്ല മക്കളെ, നമ്മളോടും പറയുന്നു, ഇത് അറുത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അറുത്ത് ഏതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് ഇറച്ചി കൊടുത്താൽ ലയ്യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ
അതിന്റെ രക്തവും അവന്റെ മാംസവും പടച്ചവന്റെ അടുത്ത് എത്തുന്നില്ല. മാംസം ആളുകളെ തിന്നു വിസർജിച്ചു പോകുന്നു. അതിന്റെ രക്തം യഥാ നിലത്ത് വീണിട്ട് അത് ഒട്ടിപ്പോകുന്നു, ഭൂമി വിഴുങ്ങുന്നു. പിന്നെ പടച്ചവന്റെ അടുക്കൽ എത്തുന്നത് എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിലെ സൂക്ഷ്മതയാണ് പടച്ചവൻ നോക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, കദാലിക സഖറഹാലകും ലിതുകബ്ബിറുല്ലാഹ്. എന്തിനാ മാടിനെ നിങ്ങൾ അറുക്കാൻ പിടിച്ചപ്പോ അത് കിടന്നതെന്നറിയോ? ആടിനെ അറുക്കാൻ പിടിച്ചപ്പോ എന്തിനാണ് അത് കിടന്നതെന്നറിയോ? അല്ലാഹു പറയുന്നു, കദാലിക സഖറഹാലകും. അതിനെ നിങ്ങൾക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നത് എന്തിനെന്നറിയോ? ലിതുകബ്ബിറുല്ലാഹ്. ഉറക്ക വിളിക്കും മക്കളെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ ലോകത്തിന്റെ മുമ്പിൽ ഉറക്ക വിളിച്ചു പറയാനാണ്. ഞാനിവിടെ അറുത്തത് എന്റെ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മാടാണ്. പക്ഷേ എന്റെ ഹയവാനിയത്തിനെയാണ് അറുത്തു കൊടുക്കുന്നത്, എന്റെ നഫ്സാനിയത്തിനെയാണ് അറുത്തു കൊടുക്കുന്നത്, എന്റെ ശരീരത്തിന്റെ ദുരാഗ്രഹങ്ങളെയാണ്, ഇച്ഛകളെയാണ് അറുത്തു കൊടുക്കുന്നതെന്ന് ഒരു മനുഷ്യനാ തക്ബീറിലൂടെ വെളിവാക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അവിടെയും തക്ബീർ അല്ലേ? അപ്പൊ ഒരു മനുഷ്യന്റെ തക്ബീർ എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് നമ്മൾ അറുത്തു കൊടുക്കുന്നു. എന്തിനാ അറുക്കുന്നത്? അറുത്തു കൊടുക്കുമ്പോ ഹാജിമാരുടെ അന്നത്തെ പ്രധാനപ്പെട്ട അമല് 3 അല്ലേ? ഹജ്ജിന് പോയവർക്ക് അറിയുമല്ലോ, ദുൽഹജ്ജ 10 അവരുടെ പ്രധാനപ്പെട്ട അമൽ എന്താണ്? 1 ജംറയിലെ കല്ലേറ്, 2 തലമുണ്ടനം ചെയ്യൽ, 3 ബലിയർക്കൽ. അല്ലേ? എന്താ അവര് ചെയ്യുന്നറിയോ? ജംറയിലെ കല്ലേറിലൂടെ ഹൃദയത്തിൽ നിന്ന് ശൈത്താനിയത്തിനെ പിഴുതെറിയ. ശൈത്താനെയാണല്ലോ എറിഞ്ഞോട്ടിക്കുന്നത്. തലമുണ്ടനം ചെയ്യുന്നതിലൂടെ മനുഷ്യന്റെ നഫ്സാനിയത്തിനെ മാറ്റിവെക്കുകയാണ്, ദുരാഗ്രഹങ്ങളെ മാറ്റിവെക്കുകയാണ്. തലമുണ്ടനം ചെയ്ത് എന്ന് പറഞ്ഞാൽ അവനവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം, അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം അവൻ നീക്കം ചെയ്യുന്നതിലൂടെ നഫ്സാനിയത്തിനെ അവൻ മാറ്റിവെക്കുകയാണ്. പിന്നുള്ള ഏതാ? ബലിമൃഗം. അത് അറുത്തു കൊടുക്കുന്നതിലൂടെ അവന്റെ ഉള്ളിലുള്ള ഹയവാനിയത്തിനെയും അവൻ മാറ്റുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ഹാജ് തിരിച്ചു വരുമ്പോൾ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ വരുന്നത്. അല്ലാതെ അവിടെ പോയി ഹജ്ജും ചെയ്ത് ഇവിടെ വന്ന് പലിശയും കൊടുത്ത്, അവിടെ പോയി ഹജ്ജും ചെയ്ത് ഇവിടെ വന്ന് ലോട്ടറി എടുക്കുന്നവന്റെ തലമുണ്ടനം ചെയ്താൽ കുറച്ച് മുടി പോയി, അല്ലാതെ ഒന്നും കിട്ടിയില്ല. ജംറയിൽ എറിഞ്ഞു എന്ന് വെച്ചിട്ട് കുറച്ച് കല്ല് നഷ്ടം വന്ന്, അല്ലാതെ ഒന്നുമില്ല. ഒരു മാടിനെ അറുത്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കശാപ്പുകാരന് കാശും കിട്ടി, കുറെ പാവങ്ങൾക്ക് ഇറച്ചിയും കിട്ടി, നിനക്കൊന്നും കിട്ടിയില്ല. എന്താ സംഭവിക്കുന്നത്? അപ്പൊ ജീവിതത്തിൽ നമുക്ക് ബലി പെരുന്നാളിന്റെ അന്നും അല്ലാഹു തആല നമുക്ക് തക്ബീർ ശരിയാക്കി തന്നു, ഇല്ലേ? നിങ്ങൾ കേട്ടോളെ, 1 മണിക്കൂർ പിന്നിടുകയാണ്. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തക്ബീർ നമ്മുടെ ജീവിതത്തിന്റെ, അല്ലാഹു അക്ബർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. മുസ്കാൻ എന്ന് പറയുന്ന ഒരു പെണ്ണ് വിളിച്ചു എന്ന്